ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. പൊങ്കാല അടുപ്പ് കത്തിച്ചു. എല്ലാവരും ഒരേ സമയത്താണ് വെടിക്കെട്ടും ചെണ്ടമേളം കേട്ട ഉടനെയാണ് എല്ലാവരും കത്തിച്ചത്. എന്നാൽ കത്തിച്ച ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അരിയൊക്കെ കഴുകി, എല്ലാവരും അരി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റായി നിൽക്കുകയാണ്. വിളക്ക് വെച്ചു, ഗണപതിക്ക് വെച്ചു. ഞാനാണെങ്കിൽ ഗണപതിക്ക് വെക്കാനായിട്ടുള്ള ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു. അവിടുന്ന് ഒപ്പിച്ചിട്ട് കുറച്ച് 2-3 പഴവും കുറച്ച് അരിയൊക്കെ ഇട്ട് ചന്ദനത്തിരിയൊക്കെ കൊണ്ടുപോയി, വിളക്ക് കത്തിക്കാനുള്ളതും കൊണ്ടുപോയി. ചിരാതാണ് ഞാൻ കത്തിച്ചത്. ഞാൻ എൻ്റെ അരി കഴുകിയ പാത്രമാണ്, കഴുകിയിട്ട് എല്ലാം റെഡിയായി കത്തിച്ചു. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ കണ്ണിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ കലം കണ്ടാൽ നിങ്ങൾക്കറിയാം, എല്ലാവരും ഒരേ സമയത്താണ് കത്തിച്ചത്. നന്നായിട്ട് തീ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പാത്രം കലം തിളച്ച് തൂവുന്നത് കണ്ടിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നവരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡീസൊക്കെ എൻ്റെ പാത്രം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. അവർ സ്തംഭിച്ച് നിൽക്കുന്ന പോലെ ആയിപ്പോയി. കാരണം അവരുടെ പാത്രങ്ങളിലൊന്നും ഒരു അനക്കമില്ല. നല്ലോണം തിരി കത്തുന്നുണ്ട്, നല്ലോണം ഓലയും ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കത്തിക്കുന്നുണ്ട്. എന്നിട്ടും അവരുടെ ഒന്നും ഒരനക്കമില്ലാതെ നിൽക്കുകയാണ്. അവർ സത്യം പറഞ്ഞാൽ അവർ എൻ്റെ മുഖത്തും എൻ്റെ കലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് ദേവിയുടെ അനുഗ്രഹം എന്ന് പ്രത്യേകം ഞാൻ പറയണം. ആ സമയത്ത് എല്ലാവരും ഒന്ന് സ്തംഭിച്ച് നിന്ന പോലെ തിരി കത്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കത്തിക്കുക, പെട്ടെന്ന് തിളയ്ക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് തിളച്ച് തോന്നുന്നു. എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം തിളച്ച് തോന്നാറില്ല. ഇപ്രാവശ്യം എൻ്റെ തന്നെയാണ് ആദ്യം തിളച്ച് തോന്നിയത്. വെച്ച് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് തിളച്ചു. ബാക്കിയെല്ലാം ചൂടാവുന്നേ ഉള്ളൂ, വേണ്ട വെള്ളം ആവുന്നേ ഉള്ളൂ. എന്താ തിളച്ചോണ്ടോ? ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ അവിടെ തീ ഇതുവരെ അനങ്ങിയിട്ടില്ല. ദേവി